നമസ്കാരം. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി ആദ്യമായി മുട്ട പുഴുങ്ങിയെടുക്കണം. 4 പേർക്ക് സെർവ് ചെയ്യുന്നതിനായി ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മുട്ട പുഴുങ്ങാവുന്നതാണ്. എങ്കിലും മുട്ട പുഴുങ്ങാനുള്ള ഒരു എളുപ്പമാർഗം കൂടി പറയാം. മുട്ട പ്രഷർ കുക്കറിലേക്ക് വെച്ച ശേഷം അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക. ഉപ്പ് അല്പം കൂടുതൽ വേണം, എന്നാൽ മാത്രമേ ഇത് മുട്ടയിലേക്ക് നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി മുട്ടയുടെ മുകൾ ഭാഗം വരെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. പിന്നീട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഒരു വിസിൽ വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് പ്രഷർ എല്ലാം കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുക്കറിൻ്റെ പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ മുട്ട തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. ഇങ്ങനെ തണുത്ത വെള്ളത്തിലിട്ട് മുട്ടയുടെ ചൂട് കളഞ്ഞ ശേഷം മുട്ട പൊളിച്ചെടുക്കുക. പൊളിച്ചെടുത്ത മുട്ടയുടെ പുറത്ത് ഇതുപോലൊരു കത്തി ഉപയോഗിച്ച് ചെറുതായി വരയുക. മസാല നന്നായിട്ട് മുട്ടയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ മുട്ടയിലും ഇതുപോലെ 4 ഭാഗത്ത് മുറിക്കുക. ഇനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു കടായിയോ അല്ലെങ്കിൽ ഒരു പാനോ ചൂടാക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് ഏകദേശം ഒരു 30 സെക്കൻഡ് നേരം ഇളക്കുക. വെളുത്തുള്ളിയും ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർക്കുകയോ അതല്ലെങ്കിൽ ചതച്ച് ചേർക്കുകയോ ചെയ്യാവുന്നതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് ഇതിലേക്ക് 4 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത് ചേർക്കുക. ചെറിയ സവോളയാണെങ്കിൽ 5 എണ്ണവും വലുതാണെങ്കിൽ 3 എണ്ണവും ചേർക്കുക. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗോൾഡൻ കളർ ആവണമെന്നില്ല, അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജ് വരെ ഇളക്കി വഴറ്റിയെടുക്കുക. ഏകദേശം പകുതി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് വീണ്ടും വഴറ്റുക. ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ സമയമെടുത്ത് ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരം ഇളക്കി വഴറ്റിയെടുക്കുമ്പോഴാണ് മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. സവോള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് കുറഞ്ഞിരിക്കാനും നല്ല കളറ് കിട്ടുന്നതിനും വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇത് മുളക് പൊടിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഏകദേശം 2 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് അല്പം നാരങ്ങ നീര് 1/2 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക്. വീണ്ടും 1 മിനിറ്റ് നേരം കൂടി ഇളക്കി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സ്പൈസസ് എല്ലാം ഒന്ന് സ്പ്രെഡ് ആവുന്നതിനും നന്നായിട്ടൊന്ന് ബാലൻസ് ആവുന്നതിനും വേണ്ടിയാണ് നമ്മളിതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് മുട്ട ഇതുപോലെ സെൻറ്ററിലേക്ക് വെച്ച ശേഷം ഈ റോസ്റ്റ് ചെയ്ത സവോള ഉപയോഗിച്ച് മൂടി വെക്കുക. ഇനി തീ ഓഫ് ചെയ്ത ശേഷം കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും ഇങ്ങനെ വെക്കുക. അതിനുശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. അങ്ങനെ ചെയ്താലേ മുളക് പൊടിയുടെ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ളൂ. ബാച്ചിലേഴ്സിനും അതുപോലെ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.